മാനവകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ചെയ്ത ഒരു 32 കാര്യങ്ങൾ, ഓരോ ദിവസവും ഓരോ കാര്യമായിട്ടൊരു 32 ദിവസം തുടർച്ചയായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആചാര്യ വിനോദ് കുമാറിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. യേശുക്രിസ്തു ചെയ്ത ഒരു വളരെ വലിയൊരു അത്ഭുതമാണ് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ കാണുന്ന തിബേരിയൂസ് കടലിൻ്റെ കരയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു സംഭവം പറയുന്നുണ്ട്. സത്യം ഇത് വളരെ യാദൃശ്യമായിട്ട് നടന്ന ഒരു സംഭവമാണ്. യേശുക്രിസ്തു ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുറകെ ധാരാളം ആളുകൾ കൂടി വരുന്ന ഒരു പതിവായിരുന്നു. യേശുക്രിസ്തു പട്ടണത്തിൽ കൂടെ ഒരു വഴിക്ക് പോകുമ്പോഴേക്കും ആളുകൾ പുറകെ കൂടും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി വേണ്ട ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ ഒരു ദർശനം കിട്ടാനായിട്ട്, യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനായിട്ടൊക്കെ ആളുകളിങ്ങനെ പുറകെ കൂടും. അങ്ങനെ അവർ നടന്ന് ഒരു വിജന പ്രദേശമായിട്ടുള്ള തിബേരിയൂസ് എന്ന് പറയുന്ന കടലിൻ്റെ കരയിൽ ഒരു മരുഭൂമിയിൽ ഒരു വലിയൊരു ചെറിയ കുന്നൊക്കെ ഉള്ള പ്രദേശത്ത് അവർ ചെന്ന് എത്തപ്പെടുകയാണ്. അവിടെ ഇരുന്ന് യേശുക്രിസ്തു അവരെ പഠിപ്പിക്കുന്നു, രോഗശാന്തി വേണ്ടവർക്ക് രോഗശാന്തി കൊടുക്കുന്നു, അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് സമയം പോയി, ഏതാണ്ട് രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാരൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഇത്രയും ആളുകൾ ഇവിടെ രാവിലെ മുതൽ യേശുക്രിസ്തുവിൻ്റെ പുറകെ നടക്കുകയാണ്, അവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർക്ക് ഭക്ഷണം കഴിക്കണം. അപ്പം യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, അത്യാവശ്യം ശിഷ്യന്മാർക്കും യേശുക്രിസ്തുവിനുള്ള ഭക്ഷണം അവരുടെ കയ്യിലുണ്ടായിരിക്കാം. അപ്പോൾ അവർ പറയുകയാണ്, ഗുരുവേ, ഇവരെല്ലാവരും പട്ടിണിയാണ്, കുട്ടികളൊക്കെ വിശന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞയച്ചാൽ അവരോട് പോയി അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് അന്തി ഉറങ്ങാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം അവരോട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി യേശുവിനോട് അവർ പറയുകയാണ്. അന്നേരം യേശു പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുകയാണ്. അപ്പം ശിഷ്യന്മാർക്കത് വളരെ വലിയൊരു തമാശയായിട്ട് തോന്നി. കാര്യം കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയതൊക്കെ കണ്ടതാണ്. എന്നാൽ പോലും അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയത്തില്ല. അവരുടെ നിസ്സഹായത പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഇത്രയും പേർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ യേശു പറയുകയാണ്, 5 അപ്പവും 2 മീനും കൊണ്ടുവരുവാൻ പറയുകയാണ്. അങ്ങനെ 5 അപ്പവും 2 മീനും കൊണ്ടുവന്നിട്ട് ആ 2 മീനും കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്നതായിട്ട് അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുക്കുകയാണ്. 12 കുട്ട അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ 12 കുട്ട നിറച്ച് ബാലൻസ് വന്ന അപ്പവും മീൻ കഷ്ണങ്ങളുമെല്ലാം നിറയ്ക്കുകയാണ്. അപ്പം ഇത് യേശുക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത ഒരു അത്ഭുതം മാത്രമല്ല, വിശന്ന് പറയുന്ന ആളുകളെ കണ്ടപ്പോൾ അവരോട് സഹതാപം തോന്നിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്.